ഇന്നത്തെ ദൈവവചന ചിന്തയിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ലൂക്കോസ് എഴുതിയ സുവിശേഷം 5-ാം അധ്യായത്തിൽ ഇപ്രകാരം ഒരു ഭാഗം നമ്മൾ കാണുന്നുണ്ട്. യേശു തൻ്റെ വചനം സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ യേശുവിനും ചുറ്റും അനേകം പേർ അവൻ്റെ വചനം കേൾക്കുവാൻ തക്കോണം അവനെ തിക്കിക്കൊണ്ടിരുന്നു. ആ സമയത്ത് ശീമോൻ പത്രോസ് ഉള്ളതായ ഒരു പടകിൽ യേശു കയറി നിൽക്കുകയും ഇപ്രകാരം പറയുന്നുണ്ട്, ആഴത്തിലേക്ക് നീക്കി വലയിടുവിൻ എന്ന് കർത്താവ് പറയുന്ന സമയത്ത് ശീമോൻ പത്രോസ് യേശുവിനോട് പറയുന്നു, നാഥ, രാത്രി മുഴുവനും ഞങ്ങൾ അധ്വാനിച്ചിട്ടും ഞങ്ങൾക്കൊന്നും ലഭിച്ചില്ല. ഹല്ലേലൂയ. ആ ഒരു ഭാഗത്തിലേക്ക് കർത്താവ് എന്നെ ശ്രദ്ധ ഇപ്രകാരം ക്ഷണിച്ചപ്പോൾ, അല്ലെങ്കിൽ ഇപ്രകാരം അതിലേക്ക് ചിന്തിക്കാൻ തക്കോണം ഇടയായപ്പോൾ ആ ഒരു അധ്വാനം, ശീമോൻ പത്രോസിന് ഒരു അധ്വാനം മുഴുവൻ നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. രാത്രി മുഴുവൻ അധ്വാനിച്ചു. അവനെ കൊണ്ട് കഴിയുന്നതും അവൻ അറിയുന്നതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും, ജീവിതത്തിലുള്ള എല്ലാ അറിവുകളും അവിടെ പരീക്ഷിച്ചിട്ടും ഇപ്രകാരം ആ ശീമോൻ പത്രോസ് പറയുന്നത്, കർത്താവെ, രാത്രി മുഴുവനും അധ്വാനിച്ചിട്ടും ഞങ്ങൾക്ക് ഒന്നും ലഭിച്ചില്ല. എന്നെ കാണുന്ന ദൈവമക്കളെ, ഞാനൊരു കാര്യം ഇപ്രകാരം നിങ്ങളോട് പറഞ്ഞോട്ടെ. നമ്മളും ഇതുപോലെയല്ലേ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ അധ്വാനങ്ങൾ പലപ്പോഴും വ്യർത്ഥമായി പോകുന്ന സമയത്ത് നമ്മൾ പലപ്പോഴും നമ്മൾക്ക് അറിയുന്ന കാര്യങ്ങൾ കൊണ്ട്, നമ്മുടെ അറിവുകൾ കൊണ്ട് പലപ്പോഴും നമ്മുടേതായിട്ടുള്ള എഫേർട്സ്, നമ്മുടേതായിട്ടുള്ള പ്രയത്നങ്ങൾ നമ്മൾ എടുക്കുമ്പോഴും പലപ്പോഴും അതൊന്നും ഫലം കാണാതെ പോകുന്നു. ഹല്ലേലൂയ. പലപ്പോഴും അത് ഫലം കാണാതെ നമ്മൾ പരാജിതരാകുന്ന സമയത്ത്, ഇവിടെ ശിമോൻ പത്രോസ് പരാജിതനായിരിക്കുമ്പോൾ, ഹല്ലേലൂയ, യേശു ക്രിസ്തു കടന്നു വന്നിട്ട് പറയുന്നു, യേശു ഇപ്രകാരം പറയുന്നു, ആഴത്തിലേക്ക് നീക്കി വല ഇറക്കുവിൻ. ആ കർത്താവിൻ്റെ ഒരൊറ്റ വാക്കിനാൽ ആമേൻ തൻ്റെ കഴിവുകൾ അവിടെ നിർത്തി, തൻ്റെ അറിവുകൾ അവിടെ നിർത്തി വെച്ചിട്ട് ആ യേശുവിൻ്റെ വാക്കിനാൽ ശീമോൻ പത്രോസ് അവിടെ വല ഇറക്കുന്നതും, ആ വല ഇറക്കിയ ശേഷം ആമേൻ അവന് വലിയൊരു പെരുത്ത മീൻകൂട്ടം ലഭിക്കുന്നതും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും നമ്മുടെ പ്രവർത്തികൾ, നമ്മുടെ പ്രയത്നങ്ങൾ, നമ്മൾ എടുക്കുന്ന എഫേർട്സ് ഒക്കെ പരാജയപ്പെടുന്ന ഒരു സമയത്താണ് കർത്താവിൻ്റെ ഒരു വാക്ക് ആമേൻ പലപ്പോഴും ദൈവമക്കളെ, നമ്മുടെ പ്രവർത്തികൾ, നമ്മുടെ എഫേർട്ടുകൾ, നമ്മൾ എടുക്കുന്ന കാര്യങ്ങൾ, അധ്വാനങ്ങൾ എല്ലാം പരാജയപ്പെടുന്ന സമയത്താണ് ദൈവത്തിന്റെ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കാണാൻ ഇടയാകുന്നത്. ദൈവത്തിന്റെ പ്രവൃത്തി അതിശയകരമായിട്ടുള്ള പ്രവൃത്തി, ദൈവത്തിന്റെ ഒരു വാക്കിനാൽ, ഹല്ലേലൂയ, ആ പെരുത്ത മീൻകൂട്ടത്തെ നമ്മുടെ ജീവിതത്തിൽ, അല്ലെങ്കിൽ വലിയ അനുഗ്രഹങ്ങളെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രാപിക്കാൻ സാധിക്കുന്നത് എവിടെയാണോ നമ്മുടെ എഫേർട്ടുകൾ, എവിടെയാണോ നമ്മുടെ പ്രവൃത്തികൾ, എവിടെയാണോ നമ്മുടെ ആ അധ്വാനങ്ങൾ പരാജയപ്പെടുന്നത്, എവിടെയാണോ നമ്മുടെ സ്വന്തമായ ചിന്തകൾ, എവിടെയാണോ നമ്മുടെ സ്വന്തമായ പ്രയത്നങ്ങൾ പരാജയപ്പെടുന്നത്, അവിടെ ദൈവത്തിന്റെ പ്രവൃത്തിയെ നമ്മൾക്ക് വ്യക്തമായിട്ട് കാണാനായിട്ട് സാധിക്കും. ഇവിടെ ആ ഭാഗങ്ങൾ അവസാനിക്കുന്ന സമയത്ത് പറയുന്നു, ആ പെരുത്ത മീൻകൂട്ടം ലഭിച്ചതിന് ശേഷം ശീമോൻ പത്രോസിന് സംഭ്രമം പിടിച്ചു, അല്ലെങ്കിൽ അവന് ഭയന്നു പോയെന്ന് പറയുന്നു. ഹല്ലേലൂയ. ദൈവത്തിന്റെ അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ദൈവം ചെയ്യുന്ന ചില നന്മകൾ കാണുമ്പോൾ നമ്മൾ പോലും ഭയപ്പെടത്തക്ക രീതിയിൽ ആയിരിക്കും കർത്താവിന്റെ അത്ഭുത പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ. ആമേൻ. എന്നെ കാണുന്ന ഓരോരുത്തരോടും ഞാനൊരു വാക്ക് പറഞ്ഞോട്ടെ. ഹല്ലേലൂയ. നമ്മുടെ പ്രവൃത്തികൾ പരാജയപ്പെടുന്നിടത്ത് ദൈവത്തിന്റെ ഒരു വാക്കിനാൽ നമ്മളെപ്പോലും സംഭ്രമിക്കത്തക്ക രീതിയിൽ, നമ്മൾ പോലും ഭയപ്പെടത്തക്ക രീതിയിൽ നമ്മൾ അനുഗ്രഹിക്കുന്ന ഒരു കർത്താവിനെ നമ്മൾ വിശ്വസിക്കുന്നത്. എത്ര പേർ നിന്ന് ചേർന്ന് ഈ ദൈവവചനത്തോട് വിശ്വസിക്കും? നമ്മുടെ പ്രവൃത്തികൾ, നമ്മുടെ പ്രയത്നങ്ങൾ പരാജയപ്പെടുന്ന സമയത്തും ആ കർത്താവിന്റെ ഒരു വാക്കിനാൽ, ഹല്ലേലൂയ, കർത്താവിന്റെ ഒരു വാക്ക് നമ്മുടെ ജീവിതത്തിലോട്ട് കടന്നു വന്നിട്ട് ആ വാക്കിനാൽ നമ്മൾ ഇറങ്ങിത്തിരിക്കുവാണെങ്കിൽ, ഹല്ലേലൂയ, നമ്മൾ വിചാരിക്കാത്ത അനുഗ്രഹങ്ങൾ, നമ്മൾ ഹൃദയത്തിൽ പോലും ചിന്തിക്കാത്ത അനുഗ്രഹങ്ങളെ കണ്ട് നമ്മൾ ഭയപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് ദൈവം നമ്മളെ മാറ്റും. എത്ര പേർ ഇന്ന് ആഗ്രഹിക്കുന്നുണ്ട്, കർത്താവേ, ഹല്ലേലൂയ, എൻ്റെ അധ്വാനങ്ങൾ പരാജയപ്പെട്ടു ദൈവമേ, എന്നെ കൊണ്ട് പറ്റുന്ന ഞാൻ രീതിയിലെല്ലാം ഞാൻ അധ്വാനിച്ചിട്ടും ഞാൻ ഫലം കണ്ടില്ല ദൈവമേ, ആമേൻ, ഹല്ലേലൂയ, നിന്റെ വാക്കിനാൽ ഞാൻ ഇനി മുമ്പോട്ട് പോകുവാണ്. ഹല്ലേലൂയ. എന്നെ കാണുന്ന ദൈവമക്കളോട് ഞാൻ വ്യക്തമായിട്ട് പറയട്ടെ, ഹല്ലേലൂയ, ചിലത് പരാജയപ്പെട്ടിട്ട്, ഹല്ലേലൂയ, മടുത്ത് മതിയാക്കി എന്ന് പറഞ്ഞിരിക്കുന്ന, ഹല്ലേലൂയ, ചിലരെ എന്നെ കാണുന്നുണ്ട്. നിങ്ങളോടാണ് വ്യക്തിപരമായ കർത്താവ് സംസാരിക്കുന്നത്. എവിടെ നിങ്ങൾ പരാജയപ്പെടുന്നു, എവിടെ നിങ്ങളുടെ പ്രയത്നങ്ങൾ നഷ്ടപ്പെടുന്നു, എവിടെ നിങ്ങൾ മതിയെന്ന് പറഞ്ഞു, ഹല്ലേലൂയ, സകലതും മതിയാക്കിയിട്ട് നിങ്ങളുടെ പ്രയത്നഫലം നിഷ്ഫലമായി പോകുന്ന സമയത്തും കർത്താവിൻ്റെ ഒരു വാക്ക് നിങ്ങളെ മുന്നോട്ട് നയിക്കുവാൻ തക്കണം ഇടയാകും. ആ കർത്താവിൻ്റെ ഒരു വാക്കിനാൽ നിങ്ങൾ മുന്നോട്ട് പോകുകയാണെങ്കിൽ അതിശയകരമായിട്ടുള്ള അത്ഭുതങ്ങളെ, ആ ദൈവത്തിന്റെ വലിയ അതിശയകരമായിട്ടുള്ള അത്ഭുതങ്ങളെ, അടയാളങ്ങളെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കാണുവാൻ തക്കണം ഇടയാകും. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം.
അറിയാമോ? ഹാലലുയ കർത്താവെ, ഈ സമയം നിങ്ങൾ ഒരുമിച്ച് കാണുന്ന നിന്റെ എല്ലാ മക്കളെയും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവസന്നിധിയിൽ പരാജയപ്പെട്ടാണ് അവർ ഇരിക്കുന്നത്. ഹാലലുയ പ്രയത്നങ്ങൾ പരാജയപ്പെട്ടോ? ഹാലലുയ മതിയെന്ന് പറഞ്ഞ് ഇനി മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ലെന്ന് പറഞ്ഞ് ഹാലലുയ സ്വന്തം പ്രയത്നങ്ങളെല്ലാം പരാജയപ്പെടുത്തിയ ഇടത്തത് ഒരു ശീമോൻ പത്രോസിനെ അത്ഭുതമാക്കി മാറ്റിയ കർത്താവ്, ഒരു ശീമോൻ പത്രോസിന്റെ അവസ്ഥയെ മാറ്റിയ കർത്താവ്, ഒരു ശീമോൻ പത്രോസിനെ ഹാലലുയ അവൻ സംഭ്രമിക്കത്തക്ക രീതിയിൽ, അവൻ ഭയപ്പെട്ടത്തക്ക രീതിയിൽ അവനെ അനുഗ്രഹിച്ചൊരു കർത്താവ്. ഹാലലുയ ഇന്ന് എന്നെ കാണുന്ന ഓരോ നിന്റെ മക്കളെയും കർത്താവെ അതുപോലെ ഒരു അനുഗ്രഹത്തിലേക്ക് കർത്താവെ കൊണ്ടുവരുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിനെ പുത്രനെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ തന്നെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.